ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയാലും നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് ഇപ്പോൾ ചെറുതായിട്ട് മടിയൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട്. മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും ഒരു മടി വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും പഴയ പോലെ വീഡിയോസൊക്കെ ഇടാൻ ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നീതു ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ. ഞാനും നീതു ചേച്ചിയും കൂടിയിട്ടൊന്ന് തൃശ്ശൂർ വരെ പോവുകയാണ്. നമ്മൾ കുറേ ആയി ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കണം, നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് പോവാമെന്ന്, കാരണം ഇന്ന് നീതു ചേച്ചിക്ക് ലീവാണ് ക്ലിനിക്കിൽ. അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോണത് തൃശ്ശൂർ എന്താ പറയുക, ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ടിലേക്കാണ്. അപ്പോൾ മെയിനായിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോണത്. പിന്നെ നമ്മൾ അവിടെ ഒന്ന് കറങ്ങി നടന്ന് നമ്മൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് വരുന്നതാണ് പ്ലാൻ. ഇനി പുതിയതായിട്ട് വല്ല പ്ലാൻ നമ്മൾ പോണ വഴിയിൽ ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നേരത്തെ എനിക്ക് കുളിച്ച് മുടിയൊക്കെ ഉണക്കി ഇന്ന് ഞാൻ കൊട്ടക്കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ കൊട്ടക്കമ്മൽ വളരെ അപൂർവമാണ് ഇടാറുള്ളത്, അമ്പലത്തേക്കാണ് മെയിനായിട്ട് ഇടാറുള്ളത്. പിന്നെ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, കല്യാണമൊക്കെ വരുമ്പോൾ ഇടാറുണ്ട്. ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ചോദിച്ചു ഇന്ന് കൊട്ടക്കമ്മലൊക്കെ ഇട്ടിട്ട് പോവാന്ന് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കൊട്ടക്കമ്മൽ കേട്ടോ. പിന്നെ ഞാൻ മാല ഇട്ടിട്ടുണ്ട്, കൈച്ചേനുണ്ട്, ഈ ഒരു കയ്യിൽ വാച്ച് ഇട്ടു കേട്ടോ പോകുന്ന നേരത്ത്. അപ്പോൾ എന്നാലും റെഡി ആയിട്ടുണ്ട്. കണ്ണൊക്കെ എഴുതി, താഴത്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സാധാരണ അതൊന്നും എഴുതാറില്ല, അമ്പലത്തേക്ക് പോകുമ്പോഴാണ് കൂടുതലും താഴത്തൊക്കെ കണ്ണെഴുതാറുള്ളത്, അല്ലെങ്കിൽ വല്ല കല്യാണം അങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. ഇന്നെന്താണോ താഴത്ത് കണ്ണെഴുതി മേലെ കണ്ണെഴുതി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും പോവാം. അങ്ങനെ നീതി ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നെയും വെയിറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. നീതി ചേച്ചി ഇട്ടേക്കുന്നത് പുതിയ ഡ്രസ്സാണ്, പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. എനിക്കൊരു കളറാണ് ഇഷ്ടപ്പെടാഞ്ഞത്, എനിക്കിങ്ങനെ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നീതി ചേച്ചി ഒന്ന് താഴത്തേക്ക് നോക്കാൻ, അപ്പോൾ ചെരുപ്പും പുതിയതാണ്, അതും കാണിച്ചു തന്നു. അതെനിക്കിഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി നേരെ പോണത് തൃശ്ശൂർക്കാണ് കേട്ടോ. നമ്മൾ ചാവക്കാട് നിന്ന് കാഞ്ഞാണി, മുല്ലശ്ശേരി, മണലൂർ ആ ഒരു വഴിയാണ് കേട്ടോ നമ്മൾ പോണത്. തൃശ്ശൂർക്ക് ചുറ്റി വളഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ പോണ വഴിയിൽ നമുക്ക് എന്താ പറയുക, നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഞങ്ങൾ വളരെ അപൂർവമാണ് ഈ ഒരു വഴി പോകാറുള്ളത്. തൃശ്ശൂർക്ക് നമ്മൾ ഡയറക്റ്റ് പറപ്പൂർ വഴിയൊക്കെ പോകാറുള്ളത്. ഇത് കുറച്ച് വളഞ്ഞിട്ട് പോണ വഴിയാണ് കേട്ടോ. എന്നാലും ബണ്ടൊക്കെ കാണാൻ പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നീ ചേച്ചിക്ക് ഞാൻ ബണ്ടൊക്കെ കാണിച്ചു കൊടുത്തു. നീ ചേച്ചി ഈ വഴി ഫസ്റ്റ് ടൈം ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. ഞാൻ വളഞ്ഞ് മൂക്ക് പിടിക്കാറുണ്ട് ഇടയ്ക്ക്. ബസ്സിൽ തിരക്കും കുറവാട്ടോ, കാരണം ഈ ഒരു വഴിയായ കാരണം തിരക്കും കുറവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ തൃശ്ശൂർ ബിനിയുടെ അവിടെ ഇറങ്ങി, അതായത് വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോണത് ഇനി മാമൻ്റെ കടയിലേക്കാണ്. മാമൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത് കേട്ടോ. കുറേ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാമൻ്റെ കടയിൽ പോയിട്ട്. സോ ഒന്ന് ട്രൈ ചെയ്യാൻ വെച്ചു ഫുഡ് കഴിക്കാനായിട്ട്. പ്രൊമോഷനൊന്നായിട്ട് പോയതല്ല കേട്ടോ, നമ്മൾ കാശ് കൊടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ മാമൻ്റെ കട കുറച്ച് തപ്പിയിട്ട് കണ്ടുപിടിച്ചു. വടക്കേ ബസ് സ്റ്റാൻഡ് എന്താ പറയുക അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കലും ഇലയിടലും ചോറ് വിളമ്പലും മീൻകറി ഒഴിക്കലും ഉപ്പേരിടലും ഒക്കെ ഒരുമിച്ചായിരുന്നു. നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കല്ലുമ്മക്കായി പറഞ്ഞു, അതുപോലെ തന്നെ പോർക്ക് പറഞ്ഞു, ബീഫ് പറഞ്ഞു, ചിക്കൻ പറഞ്ഞു, ചെമ്മീൻ പറഞ്ഞു. 5 സ്പെഷ്യൽ കറികളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബില്ല് വരുമ്പോൾ നമ്മൾ ഞെട്ടുന്നു. പക്ഷേ ബില്ലൊക്കെ വളരെ കുറവാണ് വന്നത് കേട്ടോ. നല്ല എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടാണ് അവർ ഫുഡ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മാമൻ്റെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്, അതങ്ങനെ സാധിച്ചെടുത്തു. മാമൻ്റെ കടയിലേക്ക് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, തിരക്ക് ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ എന്നാലും തിരക്കുണ്ടായിരുന്നു. ഒരു 12 മണിക്ക് നമ്മളവിടെ എത്തി, 12:30ക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള പാലസ് കാണാൻ വിചാരിച്ചു. ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം പാലസ് കാണാൻ പോകാനാണ് കേട്ടോ. 35 രൂപ 20 രൂപയാണ് അഡൾട്ടിന്. പിന്നെ ഫോൺ ക്യാമറയ്ക്ക് നമ്മൾ 10 രൂപയും പേ ചെയ്തു. അങ്ങനെ നമ്മൾ ആ പാലസിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഞാനിവിടെ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു 1 മന്ത് മുൻപ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. ഒരു ബ്ലാക്ക് സാരി എടുത്തിട്ട് അന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കൊട്ടാരത്തിൻ്റെ. ഇന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഉള്ളിലത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല, എടുക്കാൻ പാടില്ല. പുറത്തെ വീഡിയോസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുതന്നെ ഞാൻ ഉള്ളത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. നല്ല അടിപൊളി മ്യൂസിയമാണ് കേട്ടോ, കാണാൻ അത്യാവശ്യമുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സംഭവമൊന്നും അത്രയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. ഫോട്ടോസ് എടുക്കാം കേട്ടോ, പക്ഷേ വീഡിയോസ് എടുക്കാൻ പാടില്ല. അങ്ങനെ കണ്ടിറങ്ങി നമ്മൾ തൊട്ടടുത്തുള്ള ഹെറിറ്റേജ് ഗാർഡൻ ഉണ്ട്, അവിടെ തന്നെ കോമ്പൗണ്ടിലുള്ള ഹെറിറ്റേജ് ഗാർഡനിൽ പോയിട്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. പിന്നെ 1 മണി ടു 2 മണി വരെ ഇവിടെ പാലസ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് വരാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പാലസ് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ഓട്ടോ വിളിച്ച് നമ്മളിനി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. ഭയങ്കര ദാഹം, അത്രയ്ക്ക് ചൂടുണ്ട് കേട്ടോ, നല്ലോണം ചൂടുണ്ട്. ഇങ്ങനെ വേർത്ത് ഒഴുകുകയായിരുന്നു കേട്ടോ. ഞാൻ അതിനിടയിൽ കൺമഷി ഒന്ന് നോക്കി, ഒട്ടും സ്പ്രെഡ് ആയിട്ടില്ല കേട്ടോ.
കൺമഷി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൺമഷിയാണ് കേട്ടോ. പ്ലമ്മിൻ്റെ നല്ല അടിപൊളി കൺമഷിയാണ്. അപ്പോൾ ഞാനത് നീച്ചേച്ചി ചോദിക്കുകയായിരുന്നു, ഞാൻ ഏത് കൺമഷി ഇട്ടേന്ന് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ നീച്ചേച്ചി ഗസ് ചെയ്തു, പക്ഷേ നീച്ചേച്ചി ഗസ് തെറ്റിപ്പോയി. എന്നിട്ട് ഞാൻ പ്ലമ്മിൻ്റെ അത് പറഞ്ഞു കൊടുത്തു കേട്ടോ. നേരെ പോകണം നമ്മൾ തൃശ്ശൂരുള്ള വെസ്റ്റ് ഫോർട്ടിനടുത്തുള്ള ഫ്രൂട്ട് ബേയിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫ്രൂട്ട് ബേയിലേക്ക് പോകുന്നത്. ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഫ്രൂട്ട് ബേയിലെത്തി. നമ്മൾ എന്നിട്ട് ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഫലൂഡയാണ്. നീതി ചേച്ചി ഓർഡർ ചെയ്തത് എനിക്ക് തോന്നുന്നു എന്ത് ഐറ്റത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. പിന്നെ നമ്മൾ വാഫിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം വന്നത് നീച്ചേച്ചി ഓർഡർ ചെയ്ത സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഒറിജിനൽ ചോക്ലേറ്റ് ആയ കാരണം ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടമല്ല, ഞാൻ കഴിച്ചില്ല. ഞാൻ എൻ്റെ ഫലൂഡ കഴിച്ചു. എൻ്റെ ബ്ലൂബെറി ബനാന ഫലൂഡ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 210 തോന്നുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വേർത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ വാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ സ്നിക്കേഴ്സിൻ്റെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വലിയ ഗ്ലാസ് കണ്ടപ്പോൾ ഞാൻ കഴിക്കില്ലെന്നൊക്കെ ഞാൻ ഡൗട്ട് അടിച്ചു. പക്ഷേ ഞാൻ കഴിച്ചു കേട്ടോ, കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു, കഴിച്ചു. പിന്നെ ആ ഒരു ഷോപ്പിനുള്ള AC ആയ കാരണം നല്ല സുഖമായിട്ട് നമ്മളൊരു 1 മണിക്കൂറോളം അവിടെ ഇരുന്ന് കഴിച്ചിട്ട് മെല്ലെയാണ് കേട്ടോ അവിടെ നിന്ന് എണീറ്റത്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് സ്നിക്കേഴ്സിൻ്റെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ പറയുക, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര മധുരം കഴിക്കുന്ന ഒരാളല്ല, പക്ഷെ മധുരം കഴിക്കാൻ തോന്നിയാൽ ഞാൻ നല്ലോണം കഴിക്കുകയും ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ അധികം കഴിക്കാൻ തോന്നിയിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ നീ ചേച്ചി കൊടുത്തു. നീ ചേച്ചി പിന്നെ അത് ഫുള്ള് കഴിച്ചു കൊണ്ടിരുന്നിട്ട്. നീതി ചേച്ചിയാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഓർഡർ ചെയ്യാം, നമുക്ക് ന്യൂ സാധനം ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചതായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളിത് ആ ബസ്സിൽ കയറി നേരെ പോണത് ഇനി വീട്ടിലേക്കാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ വെള്ളമാണ് കേട്ടോ, ഡീടോക്സ് വാട്ടറാണ്. ഇതിൽ ഞാൻ കുക്കുംബർ, മിൻറ്റ്, അതുപോലെ തന്നെ ലെമണിൻ്റെ സ്ലൈസ്, ലെമൺ ചെറുതായി കട്ട് ചെയ്തത്, ലെമൺ ജ്യൂസ്, ജിഞ്ചർ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇത് ശരിക്കും ഞാനിത് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിടുമ്പോൾ ഞാൻ വെച്ചത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഇന്ന് ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, എനിക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അടിപൊളി, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഇത് കുടിച്ചാൽ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്, ലൈക്ക് ഒരു എനർജി കിട്ടിയ പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ രാവിലെ ആക്കിയതാണ്, രാവിലെ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് പോയി വന്നിട്ട്, തൃശ്ശൂർ പോയി വന്നിട്ട് എന്താ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ രാവിലെ പോകുമ്പോൾ. ഇത്രയും ഞാൻ വന്നിട്ട് കുടിച്ചതാണ് കേട്ടോ. ഇത്രയും ഞാൻ വന്നിട്ട് കുടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഇന്നൊരു ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ, നാളേക്ക് അത് നാശമാവും. അപ്പോൾ നമ്മൾ നാളേക്ക് റീഫില്ല് ചെയ്യണം. ഈ സാധനങ്ങളൊക്കെ ഒന്നുകൂടി റീഫില്ല് ചെയ്യേണ്ടി വരും. മിൻറ്റ് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, അത് കാരണം നമുക്ക് എന്താ പറയുക ഉപകാരമായി. പിന്നെ കുക്കുംബറും നമ്മൾ മേടിച്ചതാണ്, ജിഞ്ചർ മേടിച്ചതാണ്, ബാക്കിയൊക്കെ നമ്മൾ മേടിച്ചതാണ്. ലെമൺ നമ്മൾ മേടിച്ചു. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള വെള്ളമാണ്. ഇതെന്തിനാണ് കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയും
ഒന്ന് കേട്ടിട്ടുണ്ട്. സോ ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 14 അല്ലെങ്കിൽ ഒരു 2 വീക്സിന് മേലെ കുടിച്ച് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതാ തൃശ്ശൂരൊക്കെ പോയി വന്നു, കുറച്ച് നേരം ഒന്ന് കിടന്നു, ഉറങ്ങിയില്ല, കിടന്നു. ഒരു 6 മണിയൊക്കെ നമുക്ക് ഇതാ ഞാൻ കിടന്നോടത്തുനിന്ന് എണീറ്റു കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കിടന്നത്, കാരണം ഭയങ്കര ചൂടാണ്. അയ്യോ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായി തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പം. ഒന്നാമത് ഞാൻ ബ്ലാക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ എനിക്ക് ചൂട് കൂടുതലാണ്. അപ്പോൾ ഞാൻ വന്നു പറഞ്ഞ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കമ്മലൊക്കെ ഊരി വെച്ചു, കൊട്ടക്കമ്മലായിരുന്നല്ലോ, അതൊക്കെ ഊരി വെച്ചു, കുറച്ചേരം ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ എനിക്ക് 2-3 ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോറിൽ 2 ഡ്രസ്സ് നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടൻ്റെ ഒരു എയർലൈൻ ടോപ്പാണ് രണ്ടും, ഒന്ന് സ്ലീവ്ലെസ് ആയിട്ടും പിന്നെ ഒന്ന് സ്ലീവ് ആയിട്ടും. നമുക്കിപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് വെക്കും, സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ലീവ് വെക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക, ഓൺലൈൻ സ്റ്റോറിൽ, വിഗ ഫാഷൻ സ്റ്റോറിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. ഫെബ്രുവരി മന്ത് ഓഫറാണ്. ഒരുവിധം എല്ലാ മെറ്റീരിയൽസും നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വിഗ ഫാഷൻ സ്റ്റോറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് അയക്കേണ്ട, വിഗ ഫാഷൻ സ്റ്റോറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 എന്താ പറയുക ഫ്രോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഫ്രോക്കിൻ്റെയും ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു മാനിക്യൂരിൽ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്തു. എന്നിട്ടാണ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തത്. കാരണം ഞാനിവിടെ എത്തിയപ്പോൾ ഒരു 3:45-4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ ഫോട്ടോ എടുത്തു. ഇനി ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വേറെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, റിംഗ് ലൈറ്റൊന്നുമില്ല. സോ നമ്മുടെ നാച്ചുറൽ ലൈറ്റ് വെച്ച് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തത്. റെസ്റ്റ് ചെയ്തില്ല, ഉറങ്ങിയൊന്നുമില്ല. ഫോണിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പരിപാടി ചെയ്യാനായിട്ട്. കൊളാബറേഷൻ്റെയും പ്രൊമോഷൻ്റെയും കുറച്ച് എന്താ പറയുക എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് ചെറുതായിട്ട് എന്താ പറയുക ചുവന്ന പോലെ, എനിക്ക് ഒരു റെഡിഷ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ണ്. ഈ കൺമഷി ഞാൻ എപ്പോൾ അപ്ലൈ ചെയ്തതാണെന്ന് അറിയാം. ഇവിടെ നിന്ന് പോകുമ്പോൾ അപ്ലൈ ചെയ്തതാണ്, ഒരു 8 മണിക്കൊക്കെ അപ്ലൈ ചെയ്തതാണ്. ഇപ്പോൾ വൈകിട്ട് 8 മണി ആവാറായി, എന്നിട്ട് പോലും കൺമഷി പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പ്ലമ്മിൻ്റെ കൺമഷി അടിപൊളിയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് കാജൽ പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ നേരം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഈ ഒരു ഉൾഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നുണ്ട് നോക്കട്ടെ കേട്ടോ, വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ. പക്ഷേ എന്താ പറയുക, സ്പ്രെഡ് ആവുന്നില്ല, അതുപോലെ തന്നെ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് എൻ്റെ ഐലൈനർ ആയാലും മസ്കാര ആയാലും കൺമഷി ആയാലും എല്ലാം വാട്ടർ പ്രൂഫാണ്. എത്ര മുഖം കഴുകിയാലും ഇതൊന്നും പോവില്ല. ഐലൈനർ ഞാനിതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. മസ്കാര എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോടെയാണ്, മസ്കാര സ്റ്റുഡിയോടെയാണ്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യും, പുറത്തൊക്കെ പോയാലും ഫേസ് വാഷ് ചെയ്യും. പിന്നെ അധികം മേക്കപ്പ് ഒന്നും ഇടാത്ത കാരണം കുഴപ്പമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഫേസ് വാഷ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനറും കാജൽ കൺമഷിയൊക്കെ അങ്ങനെ വെള്ളം നനച്ചാൽ പോകാറില്ല. അപ്പം ഞാൻ ധൈര്യത്തിൽ തന്നെ മുഖം വാഷ് ചെയ്യാറുണ്ട് എപ്പോഴും. കാരണം ചൂടല്ലേ, ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ സ്കിന്ന് ചെറുതായിട്ട് സെൻസിറ്റീവാണ് ചില സമയത്ത്. അപ്പം ഞാൻ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാറൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ട് ഞാൻ 2 വട്ടം വാഷ് ചെയ്തു, എന്നിട്ട് പോലും പോയില്ല കേട്ടോ, ഒന്നും പോയിട്ടില്ല. മസ്കാരൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, ഐലൈനർ ആയാലും എല്ലാം അതേപോലെ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ തൃശ്ശൂർ പോയത് മാമൻ്റെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അത് എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ആയി വിചാരിക്കുന്നു മാമൻ്റെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ മാമൻ്റെ കടയിൽ പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം നല്ല തിരക്കാണ് അവിടെ, നല്ല തിരക്ക് വന്ന് നല്ല തിരക്ക്. നമ്മളവിടെ ഇരിക്കുന്നു, ഇല വയ്ക്കുന്നു, ചോറിടുന്നു. മീൻ കറിയാണോ സാമ്പാറിൻ്റെ കറിയാണോ വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ സാമ്പാറൊക്കെ നമ്മൾ സദ്യയ്ക്ക് വീട്ടിലൊക്കെ എപ്പോഴും കഴിക്കും. മീൻ കറി ഒഴിച്ചു, പപ്പടം വരുന്നു, അതുപോലെ തന്നെ ഉപ്പേരി ഐറ്റംസൊക്കെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് പറയാം. നമ്മൾ ബീഫ്, ചിക്കൻ, എന്താ പറയുക കല്ലുമ്മക്കായി, പിന്നെ ചെമ്മീൻ, പോർക്കൊക്കെ പറഞ്ഞത്. നമ്മൾ 5 കൂട്ടം കറിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞത്. പോർക്ക് ഞാൻ ഈ അടുത്താണ് കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിട്ടോ പോർക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ വീട്ടിൽ ബീഫ് കയറ്റില്ല, പോർക്ക് കയറ്റില്ല, ഒന്നും കയറ്റില്ല, ചിക്കനും മീനും മാത്രമേ കയറ്റുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ വല്ല റിസപ്ഷനും കല്യാണത്തിലൊക്കെ പോയാലാണ് ബീഫ് ചിക്കനൊക്കെ കഴിക്കാൻ പറ്റുന്നത്, ബീഫും പോർക്കൊക്കെ. അപ്പോൾ പോർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സൂപ്പർ പോർക്കായിരുന്നു അവിടുത്തെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ എനിക്ക് തോന്നുന്നു കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മീൻമുട്ട നമ്മൾ അന്വേഷിച്ചു, പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെയാണ് പോയത്, അതുകൊണ്ട് മീൻമുട്ട കിട്ടിയില്ല. നമ്മൾ 2-3 പേരുടെ വീഡിയോസൊക്കെ കണ്ടുപോയതാണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. തൃശ്ശൂരുകാരെ എന്താ പറയുക, എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണ്.
അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുഡ്. പിന്നെ ഭയങ്കര റേറ്റൊന്നും അല്ല, നമ്മുടെ സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന ഒരു റേറ്റാണ് അവിടുത്തെ ഫുഡിനൊക്കെ. നമ്മൾ അത്യാവശ്യം കഴിച്ചു. അവിടുന്ന് ചോറ് കുറച്ചും കറികൾ കൂടുതലാണ് നമ്മൾ കഴിച്ചത്. എന്തായാലും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഒരു ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ നല്ല നീറ്റും ക്ലീനാണ്. അത്യാവശ്യം ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു 30-40 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഒരു വീടാണ്, ഒരു വീട്ടിലാണ് അവരിങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ എന്താ പറയുക, അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ. അടിപൊളിയാണ് ഫുഡൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പാലസിൽ പോയിട്ടോ. നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ പറയുക, ഹൈലൈറ്റ് മാൾ പോകാമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു വടക്കേ സ്റ്റാൻഡിൽ നിന്ന് കുറച്ചുണ്ട് ഹൈലൈറ്റ് മാളിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കിനി പോകാൻ നേരത്തെ കുറച്ച് എന്താ പറയുക ഓട്ടോബസ്സിലായിരിക്കും അത്. അപ്പോൾ അങ്ങോട്ടൊരു ദിവസമായിട്ട് അങ്ങോട്ട് പോകാനായിട്ടൊരു ദിവസം മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേറൊരു ദിവസം നമുക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനാണ് എന്താ പറയുക പാലസിൽ പോകാമെന്ന്. ഹിൽ പാലസ് അല്ല, തൃശ്ശൂർ പാലസിൽ പോകാമെന്ന്. അപ്പോൾ ഞാൻ ഒരു വട്ടം ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. നീതി ചേച്ചി ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ടിന് പോയപ്പോഴും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പുറത്ത് നിന്നിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഉള്ളിൽ കയറി നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ ചെന്ന ടൈം 12:30 ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഉള്ളിൽ കയറിയിട്ട് വേഗം കണ്ടിറങ്ങിക്കോളൂ, 1 മണിക്ക് ക്ലോസ് ചെയ്യും, 1 to 2 ക്ലോസിങ് ടൈമാണ്, അപ്പോൾ വേഗം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക മെയിനായിട്ട് ഉള്ളിൽ കാണാൻ മാത്രം എന്താ പറയുക ഉണ്ട്, അത്യാവശ്യം ഉണ്ട് കാണാൻ മാത്രം. പക്ഷേ എനിക്കതത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ ഒന്ന് ഓടി നടന്ന് എല്ലാം കണ്ടു, കുറേ ഫോട്ടോസ് എടുത്തു. നമ്മൾ അതാണ് മെയിനായിട്ട്, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പാലസിൽ അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. എനിക്കതിൽ 2-3 സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്രയ്ക്ക് നമ്മൾ കാര്യമായിട്ടില്ല, കാരണം ഞാൻ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഇങ്ങനെ എന്താ പറയുക, ഇത് ഇങ്ങനെ ഓരോ കളക്ഷൻസാണ്, അതായത് പാലസിൽ എന്താ പറയുക ഇങ്ങനെ ഓരോന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന സംഭവം. അപ്പോൾ അതിൽ കുറച്ചൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ നോക്കി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് അലൗഡ് അല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോസ് ഞാൻ 2-3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അധികമൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോസ് എടുത്തു, പിന്നെ നീസിച്ചിക്ക് ഞാൻ ഫോട്ടോസ് എടുത്തു കൊടുത്തു. എനിക്ക് ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ആരെങ്കിലും ഫോട്ടോസ് എടുത്ത് തന്നാൽ അത് ഇഷ്ടപ്പെടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. എനിക്ക് എന്താ പറയുക കുറേ നേരം എടുത്തിട്ടാണ് ഒരു ഫോട്ടോയൊക്കെ നന്നായിട്ട് തോന്നാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വേഗം ഇറങ്ങി. പിന്നെ നമ്മൾ പുറത്തൊരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഹെറിറ്റേജ് ഗാർഡൻ. അങ്ങനെ ഹെറിറ്റേജ് ഗാർഡനിൽ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ശോഭയിലൊക്കെ പോയാൽ വേഗം നടന്ന് തന്നെ നമ്മുടെ സമയം പോകും. ഇപ്രാവശ്യം നമ്മൾ പുറത്ത് പോയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട് ബേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട് ബേയിലേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്രൂട്ട് ബേയിൽ പോണത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫലൂഡ മേടിച്ചു, ബെർബറി ഫലൂഡയും പിന്നെ വേഫലും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വയറ്റിൻ്റെ ഉള്ളിൽ കൊള്ളി. കാരണം നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചത് 12 മണി 11:45 മണിക്കായിരുന്നു. നേരത്തെ ഭക്ഷണം കഴിച്ചു, കാരണം തിരക്ക് ഉണ്ടാവേണ്ട വെച്ചിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു മാമൻ്റെ കടയിലേക്ക്. പിന്നെ പാലസൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പം ജ്യൂസ് കുടിച്ച് സെറ്റായിട്ട് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശക്തനിൽ പോയി ബസ് കയറി റിട്ടേൺ വന്നു കേട്ടോ. പിന്നെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്ത് പാവർട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി എടുത്ത് പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിന് കൊടുത്ത ചേച്ചിമാരുടെ അടുത്ത് കാണാൻ പോയിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മയും അച്ഛനും ഇല്ല കേട്ടോ, അമ്മയും അച്ഛനും പുറത്ത് പോയേക്കാണ്. അച്ഛനൊരു ഇനോഗ്രേഷൻ ഉണ്ട്, സോ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടി പോയേക്കാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറേ പേര് എന്താ പറയുക അവർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതെന്ന്. ചെറുതായിട്ടല്ല, നല്ല കാര്യമായിട്ട് തന്നെ മടി പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ടാവും ഒരു മടി, എല്ലാത്തിനും. ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലായാലും, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രൊമോഷൻ്റെ കാര്യത്തിലായാലും വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട കാര്യത്തിലായാലും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലായാലും മൊത്തത്തിലൊരു മടി പിടിച്ചിട്ടുണ്ട്. എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മടി മാറ്റണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. അങ്ങനെയായിട്ട് പോകുന്നുണ്ട്, ഭയങ്കര മടിയാണ്. എനിക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത്രയും മടിയായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നുണ്ട്. ബിസിനസ് ആയാലും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോണത്. കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്, പിന്നെ ഷിപ്പിംഗ് കൊറിയർ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുക ഒരു മടി എല്ലാത്തിനും വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിന് മാത്രമല്ല എല്ലാത്തിനും വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ നമ്മുടെ സ്റ്റോറിൽ 2-3 പുതിയ മോഡൽസ് അല്ല മെറ്റീരിയൽസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളോട്ടോ. പേജ് വിക ഫാഷൻ സ്റ്റോർ എന്നാണ്. അപ്പോൾ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നല്ല അടിപൊളി മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ഉണ്ട്, കുർത്താസ് ഉണ്ട്. കോട്ടൺ വെയേഴ്സ് ആണ് കൂടുതലുള്ളത് കേട്ടോ.
അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. ഇനി എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങണം. ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.